അങ്ങനെ ഒരുപാട് ആശങ്കകൾക്കും ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം നമ്മുടെ ശാർക്കരയിൽ നിന്നും വലിയ കടയിൽ നിന്ന് ശാർക്കരയിലേക്കുള്ള ഈ ഒരു ലൈറ്റ് തെളിയാൻ പോവുകയാണ്. എല്ലാ കൊല്ലത്തെയും ഒരു പതിവ് കാഴ്ചയും അതുപോലെ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അനേകായിരം പേര് നമ്മുടെ ശാർക്കര പറമ്പിൽ വരുന്നത്. ഈ ഒരു പോർഷൻ, ഈ ശാർക്കര വലിയ കട വരെയുള്ള ഈ ഒരു പന്തലുണ്ടല്ലോ, ലൈറ്റിങ്ങിന്റെ പന്തല്, ഇത് ഏറ്റവും ആകർഷണീയമായ ഒന്നാണ്. അത് നമ്മുടെ ശാർക്കര അശ്വതി ഭരണി ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് തന്നെയാണ് ഈ ഒരു അലങ്കാരം ആയിട്ടുള്ള ഈ ഒരു ദീപാലങ്കാരം. പക്ഷെ ഇക്കൊല്ലം കുറേ അധികം സാങ്കേതിക കാരണങ്ങളാലും പിന്നെ ഒരുപാട് വ്യക്തികളുടെ ഇടപെടൽ കാരണം ഇത് മുടങ്ങി പോകാനുള്ളൊരു സാഹചര്യമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഇത് വീണ്ടും തെളിയുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ ഏതാണ്ട് ഇട്ട് തയ്യാറായി കഴിഞ്ഞു. ഇതിലിവിടെ ലൈറ്റ് ഇടൂലെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഏതോ ഒരു വ്യക്തി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് അങ്ങനെ KSEB ആയിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ലൈറ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴ് വലിയകട മെയിൻ റോഡിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ദീപാലങ്കാരം ശാർക്കര അമ്മയുടെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അത് ഏതോ ഒരു വ്യക്തി വന്ന് ഇവിടെ എന്തെങ്കിലും പോസ്റ്റ് കെട്ടിയെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് വൈറലാക്കി ഈ KSEB ഇതിനെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ദീപാലങ്കാരം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും ശാർക്കര വലിയ റോഡിൽ ദീപാലങ്കാരം കാണും. ഈ ദീപാലങ്കാരം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ആണ്. ഒരു ഏകദേശം ഒരു 2 കിലോമീറ്ററോളമാണ് ലൈറ്റ് ഇവിടെ ഇങ്ങനെ ഈ കാണുന്നത്. ഈ ഒരു ലൈറ്റ് ശാർക്കര മുതൽ കുളീര മുതലുണ്ട്. അപ്പോൾ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ആണ്. ഇനി നമുക്ക് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ശാർക്കരയിൽ ഉത്സവത്തിന് കൊടിയേറാൻ വേണ്ടിയിട്ട്. കൊടിയേറുന്ന അന്ന് മുതൽ ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഇത് തെളിഞ്ഞു തുടങ്ങും. ഇത് പിന്നെ നമ്മുടെ ശാർക്കരയുടെ ഒരു ഭംഗിയുടെ ഏറ്റവും നിറക്കാഴ്ചയായിട്ട് തെളിയാൻ പോകുന്ന പന്തലാണ്. അപ്പോൾ നമ്മൾ ശാർക്കരയിൽ നിന്നുള്ള ഒരു ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ ഏതാണ്ട് എല്ലാ സീരിയലും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ നിർത്തി വെച്ചിരുന്നത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അവിടെ നീളം കാണിച്ചു തരാം. ഇത്രയും ദൂരത്തോളം ലൈറ്റാണ് നിർത്തി വെച്ചിരുന്നത്. അത് ഇട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു സങ്കടമായി പോയേനെ. സങ്കടം നഷ്ടമായി പോയേനെ. ഇത്രത്തെ ഉത്സവം വെറും നഷ്ടമായി പോയേനെ. അപ്പോൾ എല്ലാവരെയും ദേവിയുടെ അനുഗ്രഹത്താൽ വീണ്ടും ലൈറ്റ് ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം തന്നെ ലൈറ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. അവിടെ ഇനി എന്തായി ഉത്സവത്തിന് അടുക്കാറായി കഴിഞ്ഞ് ഇന്ന് 6-ാം തീയതിയാണ്. മാർച്ച് 13-ാം തീയതിയാണ് ഉത്സവം വരുന്നത്. അപ്പോൾ ഇനി അമ്പലത്തിൻ്റെ അകത്തെ കാഴ്ചകൾ എന്തായെന്നുള്ള, പറമ്പിലെ കാഴ്ചകൾ എന്തായെന്നുള്ളത് നമുക്കിനി തിരികെ കാണാം. നമ്മുടെ ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലേക്കുള്ള ഫ്രണ്ട് മെയിൻ റോഡ് വഴി കയറുമ്പോൾ തന്നെ ഒരു അടിപൊളി മനോഹരമായ ഒരു കിഡിലൊരു ആർച്ച് കാണുന്നുണ്ട്. ഈ ആർച്ചാണ് ഈ അമ്പലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതിന് മണ്ടയിലായിട്ട് ഭദ്രാളി ദേവിയുടെ ഒരു പ്രതിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ആർച്ചിന് അടിയിൽ കൂടെയാണ് നേരെ ഈ അമ്പലത്തിൽ വരുന്നത്. നമ്മൾ അതിനകത്തായിട്ട് അറിയാമെന്നുള്ളൊരു സംഭവമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നേരെ ഫുള്ളൊരു ഏക്കർ കണക്കിന് പറമ്പാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരുക്കങ്ങൾ എന്തായാലും നോക്കാം. അവിടെ തന്നെ ഒരു നടപ്പന്തൽ നേരെ കാണുന്നുണ്ട്. ഇതിന് അമ്പലത്തിൻ്റെ നേരെ ഇതായിട്ട് കണ്ടില്ലേ? ഉത്സവത്തോടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രക്കുളം എല്ലാം നല്ല ഇറച്ചി വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഉത്സവത്തിന് വരുന്ന ചെറുതുള്ള കച്ചവടക്കാർക്കും ഉത്സവത്തിലെ തൂക്കക്കാർക്കും കുളിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഉത്സവത്തിന്. നടപ്പന്തലായിട്ട് വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് അലങ്കാരമൊന്നും വന്നിട്ടില്ല. എല്ലാം ഇനി വരത്തേ ഉള്ളൂ. ഇവിടെ ഫുള്ള് പൂവിൻ്റെ അലങ്കാരമായിരിക്കും. ലൈറ്റൊന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. ലൈറ്റെല്ലാം ഇപ്പോൾ അകത്താണ് മൊത്തം ഇട്ടിരിക്കുന്നത്. കൊണ്ട് ആലിലൊക്കെ ട്യൂബൊക്കെ ഇട്ട് തുടങ്ങി. ആലിലും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശാർക്കര ദേവി ക്ഷേത്രം. അതായത് ഇന്ന് വിരലിലെണ്ണ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇവിടുത്തെ ഭരണ ഉത്സവത്തിന് കൊടിയേറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജനം തിരക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അശ്വതി ഭരണ ദിവസം ഇവിടെ ഒരു മണ്ണ് നുള്ളി ഇടാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ഇവിടെ ആൾത്തിരക്കായിരിക്കും. അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാത്തിരിക്കുന്നത് ഇവിടുത്തെ പറമ്പ് ലേലം പോയി കഴിയുന്നതാണ്. കാരണം ലേലം പോയി കഴിയുമ്പോഴായിരിക്കും ഈ കാണുന്ന ഏക്കർ കണക്കിന് വരുന്ന പറമ്പിൽ നിറയെ അധികം കടകളും അതുപോലെ അമ്യൂസ്മെൻറ്റ് റൈഡുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയകളും ഫാമിലി സോൺസും അങ്ങനെ എല്ലാം തന്നെ വരുന്നത്. അപ്പം നമ്മളെല്ലാം അത് കാത്തിരിക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവമാണ്. ഇതൊരു നാടിൻ്റെ ഉത്സവമല്ല, ഒരു ഏരിയ ഫുള്ള്, ഒരു ദേശം ഒട്ടാകെ ജാതി മത വർണ്ണ വിവേചനം ഇല്ലാതെ കൊണ്ടാടുന്ന ഉത്സവമാണ്. അപ്പം നമ്മൾ ഈ ചിറയൻകീഴുകാർ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് നമുക്ക് ശാർക്കര ഉത്സവം പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർക്ക് എണ്ണമില്ലാത്ത പോലെ ആളുകളാണ്. അതുപോലെ അശ്വതി ദിവസം
രാത്രിയിൽ പല ദിക്കുകളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും വരുന്ന ഉരുൾ വഴിപാട്, അത് കാണാൻ വേണ്ടിയിട്ട് പാതിരാത്രിയെന്നോ വെളുപ്പരാവെന്നോ ഇല്ലാതെ വെളുക്കുവോളം വെളുക്കുവോളം ഇവിടെ ആളുകൾ കാത്തു കെട്ടി നിൽക്കും. കാരണം അത് കണ്ട് മനം നിറഞ്ഞ് ആ ഒരു വർഷത്തെ കാഴ്ചയാണ് നമ്മളാ കാണുന്നത്. പിറ്റേ ദിവസം വരുന്ന തൂക്കമില്ല, അതായത് ഗരുഡൻ തൂക്കം, അതിൽ തന്നെ വരുന്ന പിള്ളത്തൂക്കം, ഇതെല്ലാം നമ്മുടെ ദേവിയുടെ ഇഷ്ട വഴിപാടുകളാണ്. അതിനെല്ലാം വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലത്തെ കാത്തിരിപ്പാണ് ഇവിടെ ഈ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് പൂ അണിയാൻ പോകുന്നത്. അമ്പലത്തിൻ്റെ കിഴക്കേ നട ഈ സൈഡിനൊക്കെ നല്ല രീതിക്കുള്ള ദീപാലങ്കാരത്തിനുള്ള ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം തീരാറായി കഴിഞ്ഞു. പിന്നെ ആലിലൊക്കെ ഏകദേശം നല്ല രീതിക്കുള്ള ലൈറ്റിങ്ങാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ശാർക്കര അമ്മയുടെ തിരുസന്നിധിയിൽ കൊടിയേറുന്നത് മാർച്ച് 13-നാണ്. ഞാൻ ഓർത്ത് വച്ചിരിക്കുക. ഏകദേശം എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ആലിലും മരത്തിലും നല്ല രീതിക്ക് ലൈറ്റുണ്ട്. എല്ലാവരും ഉത്സവം കാണാൻ വരണം, നമുക്ക് അടിച്ച് പൊളിക്കണം. പാപ്പുത്സവം ഇവിടെ തന്നെ കാണും, മണി ചലഞ്ചൊക്കെ വരും, ഗിഫ്റ്റ് വരും, പിന്നെ പെട്രോൾ ചലഞ്ച് വരും. എല്ലാ ചലഞ്ചുമായിട്ട് ഈ ഉത്സവത്തിന് നമുക്ക്